ശ്രീ വിജി തമ്പി, ഇന്ന് SIT സംഘത്തിന്റെ ഒരു നിർണായകമായ നീക്കം ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിലുണ്ടായിരിക്കുന്നു. ദേവസ്വം ബോർഡ് മുൻ അധ്യക്ഷൻ PS പ്രശാന്ത് അറസ്റ്റിലായിരിക്കുകയാണ്. ഒപ്പം തന്നെ കൂടുതൽ പേർ കസ്റ്റഡിയിലാകുന്ന ഒരു സ്ഥിതി വിശേഷം ഉണ്ട്. ബോർഡ് അംഗം, അതായത് മുൻ ബോർഡ് അംഗം അജയ്കുമാറും കസ്റ്റഡിയിലുണ്ട്. കാര്യങ്ങൾ കൂടുതൽ അറസ്റ്റിലേക്ക് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് അങ്ങ് ഈ ഒരു സാഹചര്യത്തെ നോക്കിക്കാണുന്നത്? അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് എന്ന് കരുതുന്നുണ്ടോ? സ്വാമി ശരണം, ഈ ഒരു അറസ്റ്റ് അപ്രതീക്ഷിതമല്ല. ഇത് വളരെ മുമ്പേ പ്രതീക്ഷിച്ചതാണ്. കാരണം പ്രശാന്ത് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പ്രശാന്തിന് കാര്യങ്ങൾ അറിയാമായിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. കാര്യം ഇത് പറയാൻ വളരെ വ്യക്തമായ കാരണം എന്ന് പറഞ്ഞാൽ, ഈ സ്വർണ്ണപ്പാളിയുടെ ഈ സംഭവം ഇത് ആദ്യമായിട്ട് അറിയുന്നത് ഞാനാണ്. അത് ശബരിമലയിലെ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരാളാണ് എന്നെ വിളിച്ച് പറയുന്നത്. നട അടച്ചതിന് ശേഷം കറുത്തുവാവിന്റെ അന്ന് രാത്രി അവിടുന്ന് ആ ദ്വാരപാലക ശില്പങ്ങളുടെ പാളികൾ ഇളക്കിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞറിയിച്ചു. അപ്പൊ അത് ആരും അറിയാതെയാണ് ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അപ്പൊ തന്നെ ഞാൻ ശ്രീ പ്രശാന്തിനെ വിളിച്ചു. പ്രശാന്തുമായിട്ട് നല്ലൊരു അടുപ്പം ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. ഇത് കുറച്ച് കാലങ്ങളുകൊണ്ട് തന്ത്രി ശ്രീ കണ്ഠരര് രാജീവര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങുമ്പോഴും കയറുമ്പോഴും ഒക്കെ ദേഹത്ത് മുറിവ് പറ്റുന്നു, അങ്ങനെ അതൊന്ന് ശരിയാക്കണമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് അത് സ്വർണം പൂശിയിരുന്നതാണ്. ആ പൂശിയിരുന്നതിനെ നേരത്തെ പൂശി അതേ സ്ഥലത്ത്, ആ 2019 പൂശി അതേ സ്ഥലത്ത് കൊടുത്തയച്ച് പൂശിക്കാനാണ് ഇളക്കിയെടുത്തത്. അതിൽ യാതൊരു അസ്വാഭാവികതയും ഇല്ല. ഇത് അന്ന് ഇളക്കിയെടുത്തപ്പോൾ ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഉണ്ടായിരുന്നു, തിരുവാഭരണ കമ്മീഷൻ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇത് ഇളക്കിയെടുത്തതെന്നാണ് ശ്രീ പ്രശാന്ത് എന്നോട് പറഞ്ഞത്. ആ ശ്രീ പ്രശാന്ത് എന്നോട് പറഞ്ഞ വാക്കുകൾ ഇന്നും എന്റെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. കാര്യം ആ രീതിയിൽ പറഞ്ഞു. പക്ഷേ ശ്രീ പ്രശാന്തിനെ സംബന്ധിച്ചോളം പ്രശാന്ത് അറിവുണ്ടായിരുന്നു ഇത്. കാര്യം ഇത് ഇളക്കിയെടുത്തത് ഇത് നേരത്തെ ഉള്ള, അതായത് 2019 നടന്ന ആ പെരും കൊള്ള, അന്ന് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ സ്വർണം പൂശിയതല്ല, സ്വർണ്ണ പാളികളായിരുന്നു, സ്വർണ്ണ തകിടുകൾ പൊതിഞ്ഞ പാളികളായിരുന്നു. ആ സ്വർണ്ണ തകിടിനെ ഇളക്കി മാറ്റി സ്വർണം പൂശുമ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ആവശ്യമുള്ളൂ സ്വർണം. ആ പൂശിയാണ് 2019 തിരിച്ചു കൊണ്ടുവച്ചത്. അപ്പൊ ആ സ്വർണ്ണ പാളികളാണ് അടിച്ചു മാറ്റിയത്. അപ്പൊ പൂശി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇടയ്ക്കിടയ്ക്ക് അതിന്റെ നിറം മങ്ങും. അപ്പൊ വീണ്ടും പൂശേണ്ടി വരും. പക്ഷെ പാളികൾ അങ്ങനെയല്ല. പാളികൾ ഒരിക്കലും നിറം മങ്ങില്ല. സ്വർണ്ണപ്പാളികൾ അത് എല്ലാ കാലത്തും ഒരുപോലെ ഇരിക്കും. അഴുക്ക് പറ്റിയാൽ തുടച്ചു മാറ്റിയാൽ മതി. പക്ഷെ ഇത് പൂശിയതായത് കൊണ്ടാണ് വീണ്ടും ഇളക്കിക്കൊണ്ടുപോയി പൂശേണ്ടി വന്നത്. അപ്പൊ ശ്രീ പ്രശാന്ത് എന്നോട് പറഞ്ഞതും പൂശിയ പാളികൾ എന്നാണ്. അപ്പൊ അതിൽ തന്നെ വ്യക്തമാണ് ഇത് 2019 ഒറിജിനൽ പാളികൾ ഇളക്കി മാറ്റി പൂശിയതാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 2025 ശ്രീ പ്രശാന്ത് ഈ ഒരു വലിയ ഒരു മോഷണത്തിന് അല്ലെങ്കിൽ വലിയൊരു കള്ളത്തരത്തിന്, ഒരു ഭഗവാന്റെ ഒരു ഭയങ്കര ചതിക്ക് കൂട്ടുനിന്നു എന്നുള്ളതാണ്. ആ കൂട്ടുനിന്ന സ്ഥിതിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടണം. അദ്ദേഹവും നിയമത്തിന്റെ മുന്നിൽ എത്തണം. കാര്യം ഇത് ഒരു കള്ളം ചെയ്യുമ്പോൾ കള്ളത്തിന് കൂട്ടുനിൽക്കുന്നവരും കള്ളന്മാരുടെ കൂട്ടത്തിലായുമല്ലോ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പ്രശാന്ത് ഇതിനകത്ത് മോഷണത്തിൽ പ്രശാന്തിന് പങ്കുണ്ടാവില്ല. പക്ഷേ പ്രശാന്ത് ഇത് മറച്ചു വെക്കാൻ കൂട്ടുനിന്നു എന്നുള്ളതാണ് പ്രശാന്തിന്റെ മേളിലുള്ള കുറ്റമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം 2025 ഇത് ശബരിമല പമ്പയിൽ നടന്ന ഒരു തട്ടിപ്പ് സംഗമത്തിന് തൊട്ട് മുമ്പായിട്ടാണ് സംഭവിച്ചത്. അത് കഴിഞ്ഞ് അയ്യപ്പസ്വാമി തട്ടിപ്പ് സംഗമം കഴിയുന്നതോടുകൂടി തന്നെ ഇതെല്ലാം പുറത്തു കൊണ്ടുവന്നു. അവിടുത്തെ ഒരു സ്റ്റാഫാണ് എന്നെ വിളിച്ചു പറഞ്ഞത്. ഞാൻ അപ്പം തന്നെ ശ്രീ പ്രശാന്തിനെ വിളിച്ചു. അദ്ദേഹം എന്നോട് സംസാരിച്ചൊക്കെ എൻ്റെ കയ്യിൽ റെക്കോർഡ് ചെയ്ത് ഞാൻ സൂക്ഷിച്ചിട്ടുമുണ്ട്. അപ്പം അതിൽ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് ദേവസ്വം ബോർഡിന്റെ വിജിലൻസ് ഓഫീസറും തിരുവാഭരണ കമ്മീഷണറും എല്ലാവരുടെയും സാന്നിധ്യത്തിലാണ് ഇളക്കിയത്. ഇത് മദ്രാസിലാണ് കൊണ്ടുപോകുന്നത്. ഇത് 2019 ഇത് പൂശിച്ച ഒരു ഭക്തന്റെ പേര് പറഞ്ഞില്ല, ബാംഗ്ലൂരിലുള്ള ഒരു ഭക്തനാണ് ഇത് ചെയ്തത്. ആ ഭക്തന്റെ ചെലവിൽ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. അപ്പൊ ഇത് വലിയൊരു കള്ളത്തരത്തിന് ശ്രീ പ്രശാന്ത് കൂട്ടുനിന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ചോദ്യം ചെയ്യപ്പെടണം, മുന്നോട്ട് പോകണം. SIT പോകുന്ന ദിശ കറക്റ്റ് ആണോ എന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റുന്നില്ല. കാരണം ഇപ്പോഴും അവിടുന്ന് നഷ്ടപ്പെട്ട സ്വർണം എങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ആ സ്വർണം വിറ്റ പണം എങ്ങോട്ട് പോയി എന്നുള്ളത് SIT ഇതുവരെ മിണ്ടിയിട്ടില്ല. കാര്യം കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണത്. അത് സ്വർണത്തിന്റെ വില മാത്രമല്ല, ഭഗവാന്റെ തിരുവാഭരണമാണ്. അപ്പൊ അതിന്റെ മൂല്യം വളരെ വലുതാണ്. അപ്പൊ അത് ആരുടെ കയ്യിലേക്ക് പോയി, അത് ആരാണത് വാങ്ങിച്ചത്, അതിന്റെ പണം ആർക്ക് കിട്ടി, ആ പണം ആരുടെ കൈകളിലേക്കൊക്കെ പോയി. ഇത് പ്രശാന്തിലോ അല്ലെങ്കിൽ ഇതിനു മുമ്പുള്ള ഈ പത്മകുമാറിലോ അല്ലെങ്കിൽ മുമ്പുള്ള ദേവസ്വം പ്രസിഡന്റുമാരിലോ ദേവസ്വം മെമ്പർമാരിലോ മാത്രം ഒതുങ്ങില്ല. ഇതിനു മുമ്പുണ്ടായിരുന്ന 3 ദേവസ്വം മന്ത്രിമാരും ഇതിന് ഉത്തരം പറയണം. ശ്രീ കടകംപള്ളി സുരേന്ദ്രനും ശ്രീ രാധാകൃഷ്ണനും
ശ്രീ വാസവനും എല്ലാം ഇതിന് ഉത്തരം പറഞ്ഞേ പറ്റുള്ളൂ. അല്ലെങ്കിൽ അയ്യപ്പസ്വാമി അവരെ കൊണ്ട് ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും.